പറയാൻ. വാങ്ങി തിന്നുന്നവരും സൂക്ഷിക്കണം. കോഴിക്കടയിലാണ് ചെന്ന ഒരു കോഴിനെ തലകെട്ട് പിടിച്ചിട്ട് മടക്കി പിടിച്ചിട്ട് അങ്ങ് മുറിക്കുകയാണ്. കഴുത്തിൽ കത്തി വെച്ച് മുറിച്ചു, ചോര ഒഴിച്ചു, ആ ജീവി അങ്ങ് ചത്തുപോയി. ആ സാധനം തിന്നാൻ പറ്റൂല. അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും, റബ്ബിനോട് സമാധാനം പറയണം. ശവം തിന്നതിന് റബ്ബിനോട് സമാധാനം പറയണം. രണ്ടാള് കൂടിയിട്ടല്ലാതെ ഒരു കോയിനെ അറുത്തെങ്കിൽ ആ കോയിനെ തിന്നാനേ പറ്റില്ല. ഒരാള് കോയിനെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അതിന്റെ കഴുത്തിന് മുറിച്ചത് കൊണ്ട് മാത്രം ഹലാലാകൂല. അതിന്റെ ഹൽക്ക് മുരി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ശ്വാസനാളം, അന്നനാളം. അത് നോക്കി പിടിച്ചറുക്കണം. അത് രണ്ടാൾ അപ്പുറത്തും പിടിച്ചെങ്കിലേ ഈ പണി നടക്കുള്ളൂ. നമ്മൾക്ക് വല്ല പ്രശ്നമുണ്ടോ? നമ്മൾ പോവുക, കോയിനെ വാങ്ങുക, ആ കോയിനെ ഓൻ എങ്ങനെ അറുക്കുക? എങ്ങനെ അറുത്താലെന്താ? നമുക്കത് ചത്ത് കിട്ടിയാ മതി. ഇത് ചത്ത് കിട്ടിയാ മതി, അത്രേ ഉള്ളൂ നമ്മൾക്ക് ആവശ്യം. ആ ചത്ത കോയിനാണ് 99% ഇവിടെ തിന്നുപോകുന്നത്. ഈമാനുള്ളവരെ, നമ്മുടെ അമലുകൾ സ്വഹീഹാകുന്നതിന് ഹലാലായ മുതൽ തിന്നണം എന്നത് വല്ലാത്തൊരു നിബന്ധനയാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ ഹലാലായ മുതൽ തിന്നണം. ഹറാം വയറ്റിൽപ്പെട്ടാൽ കുല്ലു ലഹമിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ സർവവും നരകത്തിലേക്ക് പോകാനുള്ളതാണ്. ഈ ഹറാമായ മുതല് തിന്നിട്ട് അത് വയറ്റിൽ കിടന്നിട്ട് അത് മാംസത്തിലേക്ക് ചേർന്ന് തരം മാറി ബീജമായി അതൊരു കുട്ടിയായി പുറത്തു വന്നാൽ ഫന്നാറു ഔലാ ബിഹി, ആ കുട്ടി നരകത്തിന്റെ കുട്ടി തന്നെ, തന്റെ മോൻ നരകത്തിലേക്കു തന്നെ. എവിടുന്നാ മോന്റെ ഉത്ഭവം? ഈ പച്ച ഹറാമ് തിന്നിട്ട്. എത്ര തിന്നു? കോഴിയാണെങ്കിലും പോത്താണെങ്കിലും ആടാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ ഹലക്ക് സൂക്ഷിച്ച് അറുത്തില്ലേ? കഴുത്തിൽ കത്തി വെച്ച് അറുത്തു എന്നതുകൊണ്ട് ആ സാധനം തിന്നാൻ പറ്റില്ല. അത് വാങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അറക്കണവര് നല്ലോണം ശ്രദ്ധിച്ചോളും. എങ്ങനെ ഒരാളെ വെക്കണം, അതിന്റെ നിബന്ധന അറിയുന്ന ഒരാളെ വെക്കണം, അയാളെ കൊണ്ട് അർപ്പിക്കണം. അങ്ങനെ ഒരാളുണ്ട്, അയാൾ അറുത്ത കടയിൽ പോയിട്ട് സാധനം വാങ്ങണം. എന്തിന്? നമ്മളെ പരലോകം രക്ഷപ്പെടാനാണ് ഈ പറയുന്നത്. കോഴിക്കടക്കാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടായാലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. എല്ലാരും കൂടി എന്നോട് ദേഷ്യം പിടിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ദേഷ്യം പിടിക്കുന്നു വിചാരിച്ച് ബേജാറായിട്ട് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ഇതിന്റെ മസാല ഇങ്ങനെയാണ് ഇരിക്കണ. ആലിമീങ്ങൾ ആരും ഈ വിഷയത്തിൽ എന്നോട് വിയോജിപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ മസാല ശറഅന്നതിന്റെ രീതി അങ്ങനെ. അപ്പൊ അത് വേറെ. ഞാൻ ആ വിഷയം